ದಮನಕಾರಿ ಸರ್ವಾಧಿಕಾರಿ ನೀತಿಯನ್ನು ಅಳವಡಿಸಿಕೊಂಡಂತಹ ಅಮೆರಿಕ ಅದರದ್ದೇ ಸಹವರ್ತಿಗಳನ್ನು ಕೆಲವರನ್ನು ಸೇರಿಸಿಕೊಂಡು ಜಗತ್ತಿನ ಹಲವು ದೇಶಗಳ ಮೇಲೆ ತನ್ನ ಹಿಡಿತವನ್ನು ಮಾಡಲಿಕ್ಕೋಸ್ಕರ ಮಾಡ್ತಾ ಇರುವಂತಹ ಯುದ್ಧ ಇಂದು ಕೇವಲ ಯುದ್ಧದ ಮಾಡುವ ದೇಶಗಳಿಗೆ ಮಾತ್ರ ಬಾಧಿತವಾಗಿಲ್ಲ. ಇಡೀ ಜಗತ್ತಿನ ಎಲ್ಲ ದೇಶಗಳ ಎಲ್ಲ ಜನರು ಕೂಡ ಯಾತನೆ ಅನುಭವಿಸುವಂತಹ ಸ್ಥಿತಿ ನಿರ್ಮಾಣವಾಗ್ತಾ ಇದೆ. ಇದರ ವಿರುದ್ಧ ಯುದ್ಧದ ವಿರೋಧಿ ಮನಸ್ಸುಗಳು ಜಗತ್ತಿನಾದ್ಯಂತ ಒಂದಾಗಿ ಈ ಯುದ್ಧ ವಿರೋಧಿ ಪ್ರತಿಭಟನೆ ಮಾಡ್ತಾನೇ ಇವೆ. ಇದರ ಭಾಗವಾಗಿ ನಮ್ಮ ದೇಶದಲ್ಲಿ ಕೂಡ ಭಾರತ ಮಾರ್ಕ್ಸ್ವಾದಿ ಕಮ್ಯುನಿಸ್ಟ್ ಪಕ್ಷ ಈ ಒಂದು ಯುದ್ಧ ವಿರೋಧಿ ಮನೋಸ್ಥಿತಿಯನ್ನು ಗಟ್ಟಿಗೊಳಿಸಲಿಕ್ಕೋಸ್ಕರ ಯುದ್ಧ ವಿರೋಧಿ ಪ್ರತಿಭಟನೆಗಳನ್ನು ದೇಶಾದ್ಯಂತ ಹಮ್ಮಿಕೊಂಡಿದೆ. ಅದರ ಭಾಗವಾಗಿ ಇಂದು ಬೆಳ್ತಂಗಡಿ ತಾಲೂಕಿನ ತಾಲೂಕು ಕಚೇರಿ ಎದುರು ಸಿಪಿಎಂ ನೇತೃತ್ವದಲ್ಲಿ ಈ ಯುದ್ಧ ವಿರೋಧಿ ಹೋರಾಟ ನಡೀಲಿಕ್ಕಿದೆ. ಇದರ ಜೊತೆಗೆ ಸಿಪಿಎಂನ ಜೊತೆಗೆ ಸಿಐಟಿ ಸಂಘಟನೆ ಎಲ್ಲ ಕಾರ್ಮಿಕ ಸಂಘಟನೆಗಳು ಕೂಡ ಅದೇ ರೀತಿ ಡಿವೈಎಫ್ಐ ಎಸ್ಎಫ್ಐ ಸಹ ಸಂಘಟನೆಗಳು ಕೂಡ ಈ ಒಂದು ಹೋರಾಟದಲ್ಲಿ ಭಾಗಿಯಾಗಿ ದೇಶಾದ್ಯಂತ ಈ ಒಂದು ಯುದ್ಧ ವಿರೋಧಿ ಯುದ್ಧೋನ್ಮಾದತೆಯನ್ನು ವಿರೋಧಿಸಿ ಜನರಿಗೂ ತಿಳುವಳಿಕೆ ಮೂಡಿಸಲಿಕ್ಕಿದೆ. ಅದೇ ರೀತಿ ಯುದ್ಧಕೋರ ದೇಶಗಳಿಗೂ ಒಂದು ಸಂದೇಶ ಮುಟ್ಟಿಸಲಿಕ್ಕಿದೆ. ಈ ಸಂದರ್ಭದಲ್ಲಿ ಈ ಪ್ರತಿಭಟನೆ ಉದ್ಘಾಟಿಸಿ ಮಾತಾಡಲಿಕ್ಕೆ ಸಿಪಿಎಂ ರಾಜ್ಯ ಸಮಿತಿ ಸದಸ್ಯರಾಗಿರುವ ಕಾಮ್ರೇಡ್ ಯಾದವ್ ಶೆಟ್ಟಿ ಆಗಮಿಸಿದ್ದಾರೆ. ಅವರನ್ನು ನಮ್ಮ ನಿಮ್ಮೆಲ್ಲರ ಪರವಾಗಿ ಸ್ವಾಗತಿಸ್ತಾ ಇದ್ದೇನೆ. ಅದೇ ರೀತಿ ಸಿಪಿಎಂ ತಾಲೂಕು ಕಾರ್ಯದರ್ಶಿ BM ಭಟ್ಟಿ ಕೂಡ ಇದ್ದಾರೆ, ಅವರಿಗೂ ಈ ಸಂದರ್ಭದಲ್ಲಿ ಸ್ವಾಗತ. ಅದೇ ರೀತಿ ಸಿಪಿಐಎಂನ ತಾಲೂಕು ಸಮಿತಿ ಸದಸ್ಯರು, ವಿವಿಧ ಸಿಐಟಿನ ವಿವಿಧ ಸಂಘಟನೆಗಳ ಪದಾಧಿಕಾರಿಗಳು ಎಲ್ಲರೂ ಉಪಸ್ಥಿತರಿದ್ದಾರೆ, ಅವರಿಗೂ ಕೂಡ ಸ್ವಾಗತ ಬಯಸ್ತಾ ಈಗ ಈ ವಿಶ್ವಕ್ಕೆ ತಾನೇ ದೊಡ್ಡಣ್ಣನೆಂದು ಹೇಳೋರ್ ಕೇಳೋರ್ ಇಲ್ಲದ ರೀತಿ ದಾಳಿ ಮಾಡುತ್ತಾ ಜನರ ಕೊಲ್ಲುವ ಟ್ರಂಪ್ ಆಡಳಿತಕ್ಕೆ ಧಿಕ್ಕಾರ ಅಮೆರಿಕದ ಗೂಂಡನ ರೀತಿ ವರ್ತನೆ ಮಾಡುವ ಇಸ್ರೇಲು ಯುದ್ಧದ ದುಷ್ಪರಿಣಾಮ ಅರಿಯದ ಯುದ್ಧಕೋರರಿಗೆ ಧಿಕ್ಕಾರ ಜಗತ್ತಿನಲ್ಲಿರುವ ದೇಶಗಳೆಲ್ಲ ಬೇರೆ ಬೇರೆ ವಸ್ತುಗಳ ಉತ್ಪಾದಕರಾಗಿ ಪರಸ್ಪರ ವ್ಯಾಪಾರ ವ್ಯವಹಾರದಿಂದ ಮುನ್ನಡೆಯುವುದು ಸಹಜವಾಗಿದೆ. ತೈಲದ ಎಲ್ಲ ಉತ್ಪನ್ನಗಳು ಪ್ರತಿ ದೇಶದ ಪ್ರತಿಯೊಂದು ಮನೆಗೂ ನಿತ್ಯ ಜೀವನಕ್ಕೆ ಅನಿವಾರ್ಯವಾದ ಅತಿ ಅಗತ್ಯದ ವಸ್ತುವಾಗಿದೆ. ಈ ತೈಲ ಸಂಪತ್ತನ್ನು ಲೂಟಿ ಮಾಡಲು ಜಗತ್ತನ್ನು ತನ್ನ ಅಧೀನವಿರಿಸಲು ಅಮೆರಿಕದ ದುಷ್ಟ ಬುದ್ಧಿಯೇ ಈ ಯುದ್ಧದ ಒಳಗಿನ ಸತ್ಯ. ನಮ್ಮ ಭಾರತ ದೇಶಕ್ಕೂ ಕೂಡ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ സമരത്തിൽ പാർട്ടിയുടെ അഖിലേന്ത്യാ നേതാവായ സഹാവ് M. സ്വരാജിൻ്റെ വാക്കുകൾ കടമെടുത്ത് പറയുകയാണെങ്കിൽ സ്വന്തം അടുക്കളയിൽ ബോംബ് വീഴുന്ന വഴിക്കും യുദ്ധം എന്നത് അതിർത്തി ಪ್ರದೇಶಗಳಲ್ಲಿ നടക്കുന്ന കരിಮരുന്ന് ಕಲಾಪ್ರಕಟಣೆ മാത്രമാണ്. നമുക്ക് ಟಿ ವಿಯಲ್ಲಿ ನೋಡಬಹುದು, ಅಲ್ಲಿಗೆ ಬಾಂಬ್ ಬಿತ್ತಿದೆ, ಇಲ್ಲಿಗೆ ಬಾಂಬ್ ಬಿತ್ತು, ಅಷ್ಟು ಜನ ಸತ್ತಿದೆ. ಈಗ ನೋಡಿ ഇന്ന് നമ്മുടെ അടുക്കളയിലാണ് ബോംബ് വീണിരിക്കുന്നത്. എല്ലാവർക്കും അറിയാം, ഇപ്പോൾ 60 രൂപ ഗ്യാസിന് വില കൂടിയിരിക്കുന്നു. ഗ്യാസ് കിട്ടാനുണ്ടോ? ഗവൺമെൻറ് പറയുന്നു ഗ്യാസ് ഇഷ്ടം പോലെ ഉണ്ട്. എവിടെയാണ് ഗ്യാസ്? ഇപ്പോൾ സഹാവ് സ്വരാജ് പറഞ്ഞു വെച്ച് നോക്കുമ്പോൾ നമ്മുടെ അടുക്കളയിൽ ബോംബ് വീണു. യുദ്ധം തുടങ്ങിയതിന് ശേഷം മാർച്ച് 3-4 തീയതികളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം തലസ്ഥാനങ്ങളിൽ പ്രതിഘടന സമ്മേളനങ്ങൾ, യുദ്ധവിരുദ്ധ സമ്മേളനങ്ങളും റാലികളും നടന്നിരുന്നു. കേരളത്തിലെ കോൺഗ്രസ് പ്രതിപക്ഷ നേതാവായ VD സതീശൻ പരിഹസിച്ച് തള്ളിയത് ടെഹ്റാനിൽ അമേരിക്ക ബോംബിട്ടാൽ മാർക്സിസ്റ്റുകാർ എന്തിനാണ് തിരുവനന്തപുരത്തും എറണാകുളത്തും ബാംഗ്ലൂരും ഡൽഹിയിലും പോയി സമരം നടത്തുന്നത്? എന്തുകൊണ്ടാണ് അതിൻ്റെ പ്രയോജനം? ഇപ്പോൾ അവർക്ക് മനസ്സിലായി കാണും മാർക്സിസ്റ്റുകാർ സമരം നടത്തുന്നതിൻ്റെ ഉദ്ദേശശുദ്ധി എന്തെന്നുള്ളത്. അതുപോലെ തന്നെ എല്ലാവരുടെയും മുന്നിൽ ഞാൻ ഇന്നൊരു കാര്യം കൂടെ പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. ഇന്ത്യയിലെ ഓയിൽ മാർക്കറ്റിംഗ് കമ്പനികളിലൊന്നായ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, പ്രമുഖ ഓയിൽ മാർക്കറ്റിംഗ് കമ്പനി ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ 2025 ഡിസംബർ മുതൽ 2026 മാർച്ച് 16 തീയതി വരെ ഇടക്കാല
ലാഭവിഹിതമായി നൽകിയത് 9,800 കോടി രൂപയാണ്. 9,800 റുപ്പീസ് ഇടക്കാല ലാഭവിഹിതം. ഈ ഇടക്കാല ലാഭവിഹിതം ചെറിയ തുകയല്ല, 4 മാസത്തെ ലാഭവിഹിതമാണ്. ഈ കമ്പനി എങ്ങനെയാണ് യുദ്ധം വന്നു എന്ന പേരിൽ ഒരു ദിവസം തന്നെ 60 രൂപ ഒരു ഗ്യാസിന് ഭാരമേൽപ്പിക്കുന്നത്? അതുപോലെ തന്നെ ഇന്ത്യൻ ഓയിൽ കമ്പനിയുടെ 51.75% ഉടമസ്ഥത ഇന്ത്യൻ യൂണിയനാണ്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യയാണ്. ഇന്ത്യൻ യൂണിയന് കിട്ടിയിരിക്കുന്നത് 5,031 കോടി രൂപയാണ് 3 മാസം ലാഭവിഹിതം കിട്ടിയിരിക്കുന്നത്. ഇത്ര ലാഭവിഹിതം നേടിത്തന്ന ഒരു കമ്പനി സ്വന്തം കയ്യിലിരിക്കുമ്പോൾ യൂണിയൻ ഗവൺമെന്റ് എന്തിനാണ് ഗ്യാസിന് വില കൂട്ടാനും ഡീസലിന് വില കൂട്ടാനും ശ്രമിക്കുന്നത്? തികച്ചും അന്യായമായ കാര്യമാണിത്. നോക്കൂ, നമ്മുടെ രാജ്യത്തെ ജനങ്ങളുടെ എണ്ണം 140 കോടി രൂപയാണ്. ഇതുപോലുള്ള അടിയന്തര സാഹചര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ഈ 5,031 കോടിയിൽ നിന്ന് 140 കൂടെ ചെലവാക്കിയാൽ പോരെ? അത് നോക്കാതെ, അതിനെക്കുറിച്ച് ചിന്തിക്കാതെ ജനങ്ങളുടെ മേലിൽ അധിക ഭാരം ഏൽപ്പിക്കുകയാണ് ഗവൺമെന്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇങ്ങനെ ഒരു അടിയന്തര സാഹചര്യം വരുമ്പോൾ ഗ്യാസ് സിലിണ്ടർക്ക് നിയന്ത്രണം ഏർപ്പെടുത്താം. അതിപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് നന്നായിട്ടുണ്ട്. അങ്ങനെ നിയന്ത്രണം വരുത്തി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് പകരം ജനങ്ങളുടെ മേൽ അമിതഭാരം ഏൽപ്പിക്കുകയും ഇതുപോലെ ലാഭപ്രദീയന്മാരെ കമ്പനികളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നത് തികച്ചും പ്രതിഷേധാത്മകമാണ്. ആയതിനാൽ ഇതുപോലുള്ള നടപടിക്രമങ്ങളിൽ നിന്ന് യൂണിയൻ ഗവൺമെന്റ് പിന്മാറണമെന്നും സാമ്രാജ്യത്വത്തിന്റെ പിടിയാടുകളാകാതെ മുന്നോട്ട് പോകണം